നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെ ശ്രീ ശങ്കരാചാര്യരുടെ ഒരു ഇതാണ്. ശ്രീ ശങ്കരാചാര്യരുടെ അമ്മയുടെ വീടാണെന്ന് ഈ സ്ഥലം. മേൽപ്പാഴൂർ മന. ഇതിൻ്റെ പേരെന്തായിരുന്നു? മേൽപ്പാഴൂർ മന. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. മേൽപ്പാഴൂർ മന, ആദിശങ്കര നിലയം, സരസ്വതി സഭ, ലൈബ്രറി, ഇങ്ങനെ കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓ, ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ, ആദിശങ്കര നിലയം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇതാണ് മന, മേൽപ്പാഴൂർ മന. ആദിശങ്കരാചാര്യരുടെ അമ്മയുടെ വീടാന്നാണ് പറഞ്ഞത്. നല്ല ഭംഗിയിലാണ്. ചുറ്റും നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ. ഇല്ല, അവിടെ എന്തോ ഉണ്ടല്ലോ. ഇവിടെ എന്തൊക്കെയുണ്ട്? ലഞ്ച് ഭിക്ഷ, കുളപ്പുരമാളിക, എന്താ ടവറൊക്കെ ഉണ്ട്. സരസ്വതി സഭ, സത്സംഗ് ഹാളാണ് അവിടെ. ചാരിറ്റി കംസ് ഫ്രം ആൻ ഇന്നർ സെൻസ് ഓഫ് അബണ്ടൻസ്, സ്വാമി ചിന്മയാനന്ദ. അവരുടെ വേർഡിങ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. മഹാഭിക്ഷ. ഓ, ഇത് ചാരിറ്റി കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് 5000, ലഞ്ച് ഭിക്ഷ 10,000, ഡിന്നർ ഭിക്ഷ 7,000, അങ്ങനെ. കുളപ്പുരമാളിക. ഇതെന്തോ ഓഫീസാണ്. എന്താ അതിൻ്റെ താരമൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് സംഭവം ഇവിടെ. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെ വീഡിയോ എടുക്കലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നോക്കണം. ഇവിടെ നിന്നാണ് പുറത്തു നടക്കുന്ന കലാരൂപങ്ങൾ സ്ത്രീകൾ ഇവിടെ ഇരുന്ന് അവർക്ക് പുറത്തു നടക്കുന്ന കലാരൂപങ്ങൾ. ഇത് ഇടനാഴി എന്നാണ് പറയുന്നത്. പണ്ടത്തെ നമ്പൂരി സ്ത്രീകളും അന്തർജനങ്ങളൊക്കെ. ഇതിന്റെ തടിവർക്കൊക്കെ അടിപൊളിയാട്ടോ. അവര് പുറത്തിറങ്ങാൻ, അവർക്ക് ആൾക്കാരൊക്കെ വരുമ്പോ പുറത്തൊക്കെ ഇറങ്ങി കാണാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അവര് ഇവിടെ ഇരുന്നിട്ട് ഇതാ ഈ ജനലിന്റെ കിളിവാതിലുണ്ട്. ഇതിൽ കൂടെയാണ് അവര് പുറത്തുള്ള കാര്യങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതാണ് ഇത്. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമൂഹം ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ആരും ഇരുന്ന് കാണില്ല. ഇതാണ് പൂമുഖം. പൂമുഖം. ഇതിന്റെ പൊക്കത്ത് എന്തോ പെയിന്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓ, ഇതിന്റെ മച്ച നോക്കി, അടിപൊളി. മൊത്തം അടിയാണ്. ഇവിടെ ഒരു മയിലിന്റെ പടമൊക്കെ ഉണ്ട്. ഇവിടെ മയിലൊന്നും വന്നില്ല. നല്ല രസമുണ്ടല്ലോ. എനിക്കിവിടെ ക്ലാസ് ചിന്മയാനന്ദ സ്വാമി അല്ലേ? എനിക്ക് ക്ലാസ് മിക്കവാറും ക്ലാസ്സുകളിലൂടെ വയ്ക്കാറില്ല. നവരാത്രിയുടെ നമ്മൾ മനയുടെ അകത്ത് കയറിയിട്ടുണ്ട്. ഇങ്ങനെ ചെറിയൊരു കൃഷ്ണൻ്റെ ഇവിടെ കയറത്തില്ലേ?
കൃഷ്ണൻ്റെ അയ്യപ്പൻ്റെ ഒരു വിഗ്രഹമൊക്കെ വച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ സൗണ്ടൊക്കെ പാടില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പിന്നെ അധികമൊന്നും പറയാത്ത. അതൊക്കെ ജനലൊക്കെ ഒന്ന് വയ്ക്കേ, നല്ല രസമല്ലേ. ഇത് സത്സംഗ് ക്ലാസ് ഒക്കെ എടുക്കുന്ന റൂം. ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ എന്തോ അറിയില്ല. വലിയൊരു ഓലക്കൂടെ എന്തോ വെച്ചാണ്. പഴയ പിക്ചേഴ്സൊക്കെ. എന്തിനൊക്കെയോ ഉപയോഗിക്കുന്ന മുറികളാന്ന് തോന്നുന്നു. അയ്യോ, വലിയൊരു വിളക്ക് വാങ്ങിക്കേ. ഏട്ടക്കുരുമാൻ്റെ പടം. ഇതാണ് വേദം. ഞാൻ നേരത്തെ എടുത്തിരുന്നു, അപ്പോൾ വെളിച്ചം ഉണ്ടായില്ല, അതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല. 4 വേദങ്ങൾ ഒരേ കാണിക്കുന്ന ഒരു ബുക്കിൽ കാണിക്കുന്ന സംഭവമാണിത്. ചിലത് പദ്യവും ചിലത് ഗദ്യവും ചിലത് വിവരണാത്മകമായിട്ടാണ് 4 വേദങ്ങൾ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഈ മ്യൂറൽ ഞാൻ കണ്ടില്ലായിരുന്നു. ഇത് സരസ്വതി ദേവി. ഇവിടൊക്കെ ഇരുട്ട. ഇത് ശങ്കരാചാര്യരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ. ശങ്കരാചാര്യരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ആലേഖനം ചെയ്തേക്കണം മ്യൂറലിൽ കൂടെ. ഇത് അമ്മ മരിക്കാൻ കിടക്കണം അങ്ങനെ വല്ലാന്ന് തോന്നല്ലേ. നല്ല അടിപൊളി പെയിന്റിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ ജീവിതത്തിലെ സംഭവങ്ങൾ ഓരോന്നിങ്ങനെ കാണിച്ചേക്കണതാണ്. ആദിശങ്കര വാസ് ആൻ എക്സൈറ്റ് തിങ്കർ, ബ്രില്യൻറ്റ് ഇൻ്റലക്ട്, പേഴ്സണാലിറ്റി. ചിന്മയാനന്ദ സ്വാമി ആദിശങ്കരാചാര്യരെ കുറിച്ച് എഴുതിയിരിക്കുന്ന സംഭവമാണ്. മേൽപ്പായൂർ മന. ഹിയർ ഇസ് ദി ancestral house of Aryamba, mother of Jagadguru Sri Shankaracharya, where he was born in this room. Homas, havan and Vedic chantings were regularly conducted in the ancient past. Now lamp is continuously lit here in place of great spiritual significance and ideal for meditation. ഇത് മെഡിറ്റേഷൻ റൂമാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് കയറാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ മെഡിറ്റേഷൻ റൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ് നമ്മൾ കയറി തൊഴുത്. ഇതിൽ ഒരു ഓലക്കുട ഇതൊക്കെ ഉണ്ട്. ശങ്കരാചാര്യരുടെ അമ്മയുടെ വീടാണ്. അപ്പോൾ അവർ ശങ്കരാചാര്യ പ്രസവിച്ച മുറി അതായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ഒരു വിളക്ക് എപ്പോഴും കെടാതെ ഇങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കും. 2 വിളക്കുണ്ട്, അത് കിടത്തില്ല, അങ്ങനെ ഫുൾ ടൈം കത്തിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ പുറവിലത്തെ സ്ഥലമാണ്. ഇവിടെ മറ്റേ പണ്ടത്തെ എന്തോ സംഭവം, ഇതെന്താ സാധനം എന്നറിഞ്ഞൂടാ.
അതേപോലെ ഇവിടെ പണ്ടത്തെ കണ്ടോ ഇങ്ങനെ അരകല്ല് എന്തൊക്കെയോ, ഇത് കൽവിളക്കാന്ന് തോന്നുന്നു. ഇതാണ് അടുക്കള. ആ അതെ, അടുക്കള കണ്ടോ, ഇത് അടുപ്പ്. അടുപ്പൊക്കെ കണ്ടോ, പണിക്കാർ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നു. കിണറ്, കിണറ് നല്ല ആഴമുണ്ട്. അത് അടുക്കളയല്ലേ കിണർ? ഇവിടെ എന്താണ് സംഭവം? അടുക്കളയുടെ കിളിവാതില് കൊള്ളാം. ശരി, തമ്പുരാട്ടി പിന്നെ പണിക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കാനുള്ള. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടുള്ളൂ. എനിക്ക് കറക്റ്റ് അമ്മ ഇങ്ങനെ പറയുക, പണ്ട് ചേട്ടൻ്റെ അമ്മ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ കിട്ടും കുറേ കാര്യങ്ങൾ. അവിടെ ടോയ്ലറ്റാണല്ലേ? ഇവിടെ എന്തോ ഒരു മുറിയുണ്ട്. ഇവിടെ എന്തോ വാതിലൊക്കെ അടച്ചിരിക്കുന്നു. തടിയുടെ പണിയൊക്കെ അടിപൊളിയായിട്ട്, ഇതൊക്കെ ഫുള്ള് തടിയാണ് കണ്ടോ. അവിടെ ഒരു അടച്ച മുറിയില്ല, എന്താണ് അവിടെ ഒരു കുഞ്ഞത്? ഇതെന്ത് മുറിയാ? ഇവിടെ ലൈറ്റ് ഉണ്ടോ? ദേവാരപ്പുരം ഫാമിലി. ഓ, ഇത് പൂജ നടത്തിയിരുന്ന ഇതാണ്. ഇത് വേറൊരു കഥയില്ലേ, നമ്മൾ മുതല പിടിക്കുമ്പോ പറഞ്ഞില്ലേ? അതല്ലേ പറഞ്ഞേ, നമ്മുടെ പിറവെന്ന് പറഞ്ഞിട്ട് പിറന്ന സ്ഥലം പോലെ വെളിയനാടെന്ന് പറഞ്ഞ് വെളിച്ചം കയറിയ നാടെന്നാണ് പറഞ്ഞത്. എൻ്റെ അമ്മ അടിപൊളി മ്യൂറൽ പെയിന്റിങ് കേട്ടോ. ശങ്കരാരെ മുതല പിടിക്കുന്നതിൻ്റെ മ്യൂറൽ പെയിന്റിങ് ആണ്. ശങ്കരാര് അമ്മയാണ് ഇതിനകത്ത് അധികം ഉള്ളത്. സന്യാസത്തിന് പോകാൻ വേണ്ടി സമ്മതിച്ചാലേ മുതല വിടുവെള്ളം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പം അമ്മ വേഗം സമ്മതിച്ച്. അപ്പം അങ്ങനെയാണ് മുതല പിടിവിട്ട്. അതിൻ്റെ മ്യൂറൽ പെയിന്റിങ് അവിടെ നമ്മൾ കണ്ടതല്ലേ. ദേ ഇവിടെ പുറത്ത് ഇതെന്ത് കഥയാണ്? ശങ്കരാര് മെഡിറ്റേറ്റ് ചെയ്യുന്ന. ഇതൊക്കെ ആരാ വരച്ച? ഇതിലാരുടെയും പേരൊന്നും എഴുതിയിട്ടില്ല, വരച്ച ആളുടെ പേരൊന്നും. അപ്പൊ അതിന്റെ ഓറിജിൻ മോളുടെ അവിടെ ഫ്ലെക്സ് പോലെ ആക്കിയിട്ട് ഭയങ്കര ചെയ്യുക ചെയ്തത്. അപ്പൊ അത് ഒറിജിനൽ കിട്ടിയാലേ അതിനെ ക്ലാരിറ്റി വരും. ഇതിന്റെ ശങ്കരാചാര്യരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ കഥകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് എന്താന്ന് വലിയ പിടിയില്ല. നമുക്കിത് വെക്കാന്ന് കുറെ നാളായി തുടങ്ങിയിട്ട്. ഇതൊക്കെ എന്താ കഥ എന്നറിയോ? ഈ വേട്ട ചണ്ടാളന്റെ കഥയില്ലേ? ചണ്ടാളൻ അതൊരു കഥയില്ലേ? വഴിമാറാൻ പറഞ്ഞത് ആരാ വഴിമാറാൻ പറഞ്ഞ? ചണ്ടാളനോ? ആ, ശങ്കരൻ. പരമശിവൻ. ഒരു കഥ, ഒരു പാട്ട് ഞങ്ങൾ യമധർമ്മനാ ചണ്ടാളനായിട്ട് വേണ്ട. അത് നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ ചൊല്ലണേ, ജാഗ്രത. ഞങ്ങൾക്കൊരു ഇത് വഴിമാറാൻ പുള്ളി പറഞ്ഞു. യമരാജൻ പറഞ്ഞു ആരോടാ പറയണേന്ന് എന്ന് ചോദിക്കും. ഓക്കെ.
ആ അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളുടെ ഒക്കെയാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. അതെ, പരമശിവന്റെ അരുൺ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, അവൻ നന്നായിട്ട് വരയ്ക്കും. വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വരച്ചു തരും. മോളെ ചോദിച്ചപ്പോ വീട്ടിൽ വേണമെങ്കിൽ വരച്ചു തരാമെന്ന് പറഞ്ഞു വന്നോ. ഇനി അവരൊരു ഇതെടുത്തിട്ട് ഉണ്ടാക്കുക ചെയ്ത്. ഇതെന്താ സാധനം? അതൊക്കെ അവരെ പഴയ കൊത്തുപണികളിലുണ്ടായിരുന്ന നല്ല ഭംഗിയുണ്ടല്ലേ, താമരയുടെ ഇതുള്ള പോലെ. ഡോറിന്റെ രണ്ട് സൈഡിലും ഈ മ്യൂറലിന്റെ സൈഡിൽ നമ്മൾ ഈ ഇത് വരയ്ക്കില്ല അതേപോലെ. ആ അതെ, ഇവിടെ ഒരു പടമുണ്ട്. ഇത് എന്താ കാണാൻ വയ്യ. സ്വാമി ആയിരിക്കും. ആ ഇത് പണ്ടത്തെ ചുമർ ചിത്രം എന്തോ ഉണ്ടായിരുന്നു, അതുവഴി നിലനിർത്തി വരച്ചാണെന്ന് പറഞ്ഞ അതല്ലേ. ഇതാണ് പഴയ ടോയ്ലറ്റ്. ഓ ഓ ടോയ്ലറ്റ് നോക്കി. അതാ ചെറിയ റൂം എന്താന്ന് വെച്ചാൽ പഴയ. അല്ല അത് വേറെന്തോ ആയിരുന്നു. അല്ലല്ലേ നമ്മൾ ഇത് പറയില്ലേ ഈ പഴയ ടോയ്ലറ്റ് നോക്കി. പണ്ടത്തെ ടോയ്ലറ്റ് അതാണ്. പക്ഷെ ടോയ്ലറ്റിന് ജനലൊക്കെ ഇങ്ങനെ അതിപ്പോ വെറുതെ ചണയായിരിക്കും അല്ലേ. ഇതൊക്കെ പണ്ടുള്ള ആണോ? അപ്പൊ ഇന്ന് ടോയ്ലറ്റിന് കവറില്ല. മ്യൂറലൊക്കെ അടിപൊളി, ഒന്നും പറയാനില്ല. ഇത് ശിവന്റെ ഇതല്ലേ ഇങ്ങനെ ചന്ദ്രക്കലയുള്ള. ശിവന്റെ ഇവിടെ കാണാൻ, ഇവിടെ ഗണപതി. ഈ റൂമിന്റെ മോൾ ഭാഗം നോക്കി, ലൈറ്റൊക്കെ ഉണ്ട്. മുകളിൽ എന്തോ എന്തൊരു തട്ട് പോലെ ഉണ്ട. ഈ ഡോറൊക്കെ കണ്ടോ കണ്ടോ, ലൈറ്റ് കിട്ടാൻ വേണ്ടി ഓടിന്റെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹോമ കുണ്ടം. ഇത് അടുക്കള, നമ്മൾ നേരത്തെ വന്ന. ഇതെന്തോ റൂമുണ്ട്, തുറക്കത്തിൽ അടച്ചേക്കും. കൂളർ വെച്ചേക്കണം. പിന്നെ ഇതെന്തോ മീറ്റിംഗ് റൂമാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെയറും ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഡോറുണ്ട്, അടച്ചേക്കോ. വാതിലിന്റെ ഇതൊക്കെ നോക്കി. വാതിലിന്റെ പൂട്ടൊക്കെ ഉണ്ടോ, പഴയ മണിച്ചിത്രത്താഴ് സ്റ്റൈല് പൂട്ടൊക്കെ. ഓ ഇവിടെ ഇവിടെ പക്ഷേ ലൈറ്റ് കുറവാണ്. ഇത് ഗണപതിയുടെ മ്യൂറല്.
ഈ മേശ കസേര നോക്കിയ ബെഞ്ച് പോലെ, കസേരയല്ല എന്തോ സംഭവം, എല്ലാം തടിയുടെയാണ്. നല്ല സൂപ്പറാണ്. ഇവിടെ വേട്ടയ്ക്കൊരുമാൻ്റെയാണ് ഈ ഭിത്തിയിലൊരു പിക്ചർ ഉണ്ടാവും. ഇത് പണ്ട് ഒരു മെയിൻ്റനൻസ് ചെയ്തപ്പം പഴയ ഭിത്തിയിലുണ്ടായിരുന്ന നിലനിർത്തിയിട്ട് ചെയ്യലാണ്ടോ സംഭവം. വേട്ടയ്ക്കൊരുമാൻ്റെ ഒരു പിക്ചറാണ്, പഴയ മ്യൂറൽ വല്ലതും ആയിരിക്കും. എന്തായാലും മന അടിപൊളിയാട്ടോ. ഈ ശങ്കരാചാര്യരും അമ്മയും. അത് തൂക്കിയേക്കണത് കാണാൻ നല്ല ഭംഗി. അല്ല, മനാന്ന് പറയുമ്പോ അതും കൂടെ എത്ര സാധനങ്ങൾ ഉണ്ടെന്ന് ഇതോടെ അങ്ങ് കാണിച്ചേക്കാലോ. ഇവിടെ ടെമ്പിള്, അന്നക്ഷേത്ര, ഭക്ഷണം കൊടുക്കണ സ്ഥലമല്ലേ, ലൈബ്രറി ഒക്കെ അങ്ങോട്ട്. പിന്നെ അതെ ഇവിടെ ഇടണം. ഇവിടെ അമ്പലമാണ്, അമ്പലം. ഇത് വേട്ടയ്ക്കൊരുമാൻ, ഭഗവതി. ഇങ്ങനെ ഓരോ പ്രതിഷ്ഠയാണോ? സർപ്പമുണ്ട്. ഇത് ഭഗവതിയുടെ അമ്പലം. അതിന്റെ പുറയിലായിട്ട് അവിടെ സർപ്പം. ഇതാണ് ഇവിടുത്തെ അതെ, പ്രാവൊക്കെ ഉണ്ട്. ആണോ? എവിടെ ആൾക്കാര് കുളിക്കുന്നു? അയ്യോ, അവിടെ ഇറങ്ങാൻ പറ്റുമോ? അതിനെ കാണാ. അത് നമ്മളെ ഇവിടെയാണ്. ഇത് കുളപ്പുരയാ, ഇത് കുളപ്പുര മാളിക ഉണ്ടോ? കുളപ്പുര മാളിക. അവിടെയൊക്കെ ലൈറ്റ് ഉണ്ടല്ലോ. പിന്നെ അവിടെ ഓഫീസാണ് ഇപ്പൊ. ഓ, അതിലിവിടെ ചേട്ടൻ ഇവരൊക്കെ കുളിക്കാൻ വരുമ്പോ ഏതാ വേട്ടയ്ക്കൊരുമാന്റെ അമ്പലം? നാഗേക്ഷി, നാഗേക്ഷിയുടെ ഇത് അവിടെ പ്രതിഷ്ഠ. മീൻ പോവും അപ്പേക്ക് നമ്മള് തിരിച്ചു വരുന്നേക്ക്. ചിന്മയാനന്ദ സ്വാമിയുടെ. ഓക്കെ, അങ്ങോട്ട് പോണ്ട, ഇവിടെ നിന്ന് കാണാലോ. ഇവിടെയോ? ആണോ? അതാണ് വേട്ടയ്ക്കൊരുമാൻ. മലയായിട്ട് ബന്ധപ്പെട്ടേ ഇത് അയ്യപ്പന്റെ. ഇവിടെയാണ് വേട്ടയ്ക്കൊരുമാന്റെ. അത് വേട്ടയ്ക്കൊരുമാനെ ഇങ്ങോട്ട് മാറ്റി. അത് കൃഷ്ണന്റെ അമ്പലം മുകളിലായിരുന്നു, അതും താഴോട്ട് മാറ്റി. മുകളിൽ ഇങ്ങനെ സ്റ്റെപ്പ്, ഞാനൊക്കെ സ്ഥലത്ത് മുകളിൽ നല്ലൊരു അമ്പലം ഉണ്ടായിരുന്നു, അത് താഴോട്ടാക്കി. ലോ ബാറ്ററി ആയി, വേഗം മീനെ പിടിക്കട്ടെ. ഇത് വഴിപാട് കൗണ്ടറാണ്. അവിടെ എന്താ ഉള്ള? അവിടെ അത് ശ്രീരാമൻ. ശ്രീരാമൻ. അത് അപ്പുറത്തെ സൈഡിൽ ഒരു പൊന്മനാട്ടി തേവർ എന്ന് പറഞ്ഞിട്ട്, പൊന്മാനാടി സ്ഥലമൊക്കെ ഇവിടെയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മളെ ശ്രീരാമന്റെ കഥയായിട്ട് ഞങ്ങള് മോളിൽ നോക്കിയപ്പോ നല്ലൊരു മീനിനെ കണ്ട്. അതേ ഒരുത്തം നടക്കുന്നു. വെള്ളത്തിൽ ഇറങ്ങില്ല, പക്ഷെ ഇതിനെ കാണാൻ പറ്റുന്നില്ല. അതങ്ങ് ഇത് കറക്റ്റ് നേരത്തെ വന്നോ? അതെ, ഇവിടെ അമ്പടാ. ഹലോ ഹലോ, ഇതെന്ത് മീന? ഈ വെളുപ്പ് കളറൊക്കെ ഉള്ള ഈ കുളത്തിലെ മീനാട്ടോ.
ആണോ? അത് അടിയിലേക്ക് പോയി. അപ്പുറത്ത് ദൈവമാണ്. ചോറിട്ട് കൊടുക്കുമ്പോഴേ ആ നേദ്യം കഴിയുമ്പോ ചോറിട്ട് കൊടുക്കുമ്പോ വരുമല്ല മഞ്ഞപ്പാകും. അവിടെ ഒരു കറുത്തവൻ ഉണ്ടായിരുന്നു. ദേ അതങ്ങോട്ട് പോയി, അവൻ വെളുത്തവൻ. ദേ അവിടെ ഉണ്ട്, അവിടെ വെട്ടുന്നുണ്ട് എന്തോ. ഭക്ഷണമായിട്ടാന്നോർത്ത് വരും. വെള്ളം പറ്റിയില്ലേ നന്നായിട്ട്? ആ അപ്പൊ ഇവിടെ ഈ എന്താ പൊള്യൂഷന്റെ അവിടെ എന്തായാലും വെളുത്ത എന്താ ചെയ്യും അവരോട്? അമ്മ ഓടിക്കളഞ്ഞുകൊണ്ട് വരുന്നില്ല. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഫുള്ള് എക്സ്പ്ലോറിങ് കഴിഞ്ഞു. രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. എൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു. അപ്പം ഇപ്പോൾ സമയം വന്നിട്ട് 5:30 ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വരാം. ബൈ 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 ബൈ.